അങ്ങനെ 10ാം ആഴ്ചയിൽ 10 പേർ നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. പക്ഷേ ഒരാളെ സായിയും നന്ദനയും കൂടി സേവ് ചെയ്തു. അത് ലൈവിൽ കാണിച്ചിട്ടില്ല, കട്ട് ചെയ്തു. ആരെയാണ് സായിയും നന്ദനയും കൂടി സേവ് ചെയ്തത്? അവർക്ക് സ്പെഷ്യൽ പവർ ഉണ്ട്. നന്ദന ക്യാപ്റ്റനുമാണ്, സായിയുടെ കയ്യിൽ ഡയമണ്ടും ഉണ്ട്. ഇവർ രണ്ടുപേരും നോമിനേഷൻ ഫ്രീ ആണ്. അപ്പോൾ ഇവർക്ക് സേവ് ചെയ്യാനുള്ള അവസരമുണ്ട്. റസ്മിൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്. രണ്ടുപേര് വെച്ച് കൺഫഷൻ റൂമിൽ പോയിട്ട് ഓരോരുത്തരും നോമിനേറ്റഡ് ആവുക എന്ന് പറഞ്ഞിട്ടുള്ള ഡിബേറ്റ് ആണ് കൊടുത്തത്. പക്ഷേ എല്ലാവരും സൂപ്പറായിട്ട് കളിച്ചു, ഒരു ടീം ഒഴിച്ച്. ആരാണത്? എന്താണ് ലൈവിൽ നടക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു. പ്രേക്ഷക പിന്തുണ അനിവാര്യമായിട്ടുള്ള 10ാമത്തെ ആഴ്ചയിലെ നോമിനേഷനാണ്. ക്യാപ്റ്റൻ നന്ദന നോമിനേഷൻ ഫ്രീ ആണ്. ഡയമണ്ട് സായിയുടെ കയ്യിലുള്ളതുകൊണ്ട് സായിയും നോമിനേഷൻ ഫ്രീ ആണ്. അവരെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. റസ്മിന് യെല്ലോ കാർഡ് കിട്ടിയത് കൊണ്ട് 2 ആഴ്ച ഡയറക്റ്റായിട്ട് നോമിനേറ്റഡ് ആണ്. നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം പോലും റസ്മിനില്ല. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ആഴ്ച നോമിനേഷൻ നടക്കാൻ പോകുന്നത്. ജാസ്മിനും അഭിഷേകും കൺഫഷൻ റൂമിലേക്ക് വരിക. ജാസ്മിനും അഭിഷേകും കൂടെ പോകുന്നു. ബിഗ് ബോസ് പറയുന്നു, ചർച്ച ചെയ്ത് നിങ്ങളിൽ ഒരാൾ നോമിനേറ്റഡ് ആവുക. സ്വയമായിട്ട് വിട്ടുകൊടുക്കുന്നതല്ല, നേടിയെടുക്കുന്നതാണ് മത്സരം, അതാണ് വിജയം എന്ന് പറയുന്നു. രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത് 5 മിനിറ്റ് സമയം കൊടുക്കും. രണ്ടുപേരോട് ചർച്ച ചെയ്തിട്ട് ഒരാൾ നോമിനേറ്റഡ് ആവുക. എന്നിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ 2 പേരെ നോമിനേറ്റഡ് ആക്കും. അതാണ് സംഭവം. അപ്പോൾ അഭിഷേക് പറയുന്നു, എൻ്റെ ഗെയിം ഞാൻ ടാസ്ക് നന്നായി കളിച്ചു, കുറേ ടാസ്ക് ജയിച്ചു. അഭിഷേക് ശ്രീകുമാർ എന്നുള്ള വ്യക്തി എന്താണെന്നുള്ളത് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ വാല്യൂ കൽപ്പിക്കുന്ന ആളാണ് ഞാൻ. എനിക്കൊരു ക്യാരക്ടർ ഉണ്ട്, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ്, നല്ലൊരു ഗെയിമറാണ് ഞാൻ. അപ്പോൾ ജാസ്മിൻ പറയുന്നു, ഡേ 1 മുതൽ ഇന്ന് വരെ ടാസ്ക് മാത്രമല്ല ഒരുപാട് ആക്റ്റീവായിട്ടുള്ള ഒരു പ്ലെയറാണ് ഞാൻ. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും തെറ്റാണെങ്കിലും അതിൽ ഞാൻ ഇടപെടും. ഞാൻ ഇതുവരെ വീണ് കൊടുത്തിട്ടില്ല. ടാസ്ക് മാത്രമല്ല, പവർ റൂമിലോ ക്യാപ്റ്റനിലോ ആയ ഒരു സംഭവം മാത്രമല്ല യോഗ്യത. അഭിഷേക് ഇവിടെ സൈലൻ്റ് ആയിരുന്നു, ടാസ്ക് ചെയ്യുന്നു. പക്ഷേ നല്ല രീതിയിൽ അഭിഷേക് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പവർ റൂമിൽ ഉണ്ടായിട്ട് നീ എന്താണ് ചെയ്തത്? അപ്പോൾ അഭിഷേക് അത് കുറേ ഡൗട്ടുകൾ, നിന്നെക്കുറിച്ച് കുറേ ഡൗട്ടുകൾ ഗസ്റ്റുകൾക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ തീർത്തു കൊടുത്തു. ഏയുടെ കാര്യമൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ തീർത്തു കൊടുത്തു. അപ്പോൾ ജാസ്മിൻ, ഗസ്റ്റുകൾ വീക്കെൻഡിൽ വന്നിട്ട് നിന്നെക്കുറിച്ചല്ലേ പറഞ്ഞത്? അപ്പോൾ അഭിഷേക്, നിനക്കിവിടെ നിൽക്കാൻ അവകാശമില്ല. നീ അപകടമായിട്ടുള്ള ഒരു പ്രവൃത്തി ഇവിടെ ചെയ്തു. ഗസ്റ്റുകൾ വന്നപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ ഊളകളെ എന്ന് വിളിച്ചു. വീട്ടിലുള്ളവർ ഇങ്ങനെയാണോ നിന്നെ പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത്? അപ്പോൾ ജാസ്മിൻ, ഇവിടുത്തെ കാര്യം പറയാൻ അഭിഷേകിന് അറിയില്ല. അഭിഷേക് എപ്പോഴും വീട്ടുകാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അഭിഷേക്, ജനങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ആളാണ് നീ നോമിനേഷനിൽ വരണം. അപ്പോൾ ജാസ്മിൻ, ലാലേട്ടൻ വീക്കെൻഡിൽ എന്നെ വന്ന് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല, എന്നെ ഒന്നും ഫയർ ചെയ്തിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ലാലേട്ടൻ എന്നെ ഫയർ ചെയ്തേനെ, അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ബിഗ് ബോസ് 1 മിനിറ്റ് സമയം കൂടെ ഉള്ളൂ. അപ്പോൾ ജാസ്മിൻ, അഭിഷേക് നോമിനേഷനിൽ വരണം. ഒരുപാട് തവണ ഞാൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മികച്ച പെർഫോമൻസ് ഞാൻ കാഴ്ചവെച്ചു. ഗസ്റ്റ് പറഞ്ഞു, ലാലേട്ടൻ പറഞ്ഞു, എന്നിട്ട് ജയിലിൽ വരെ ഞാൻ പെട്ടു. അപ്പോൾ അഭിഷേക്, കോംബോ മാത്രം പിടിച്ചിരുന്നാണ് ഇത്ര നാൾ നീ ജീവിച്ചത്. കഴിഞ്ഞ ആഴ്ച നീ നോമിനേഷനിൽ വന്നിട്ടില്ല. നീ നോമിനേഷനിൽ വരണം. ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള നോമിനേഷനിൽ ആദ്യമായിട്ട് വാ. ബിഗ് ബോസ് ചോദിക്കുന്നു, ആര് നോമിനേറ്റഡ് ആയി? അഭിഷേക് പറയുന്നു ജാസ്മിൻ പറയുന്നു അഭിഷേക്. 2 പേർക്കും പോവാം. 2 പേര് നോമിനേറ്റഡ് ആവുന്നു. അത് ലൈവിൽ കാണിക്കുന്നില്ല, സാധനം പുറത്തു പോയി പറയരുതെന്നാണ് പറയുന്നത്. 2 പേരും നോമിനേറ്റഡ് ആണ്. ഒരു തീരുമാനം ആവാത്തതുകൊണ്ട് അഭിഷേകും ജാസ്മിനും നോമിനേറ്റഡ് ആവുന്നു. അടുത്ത് ജിൻഡോയും അർജുനെയും ബിഗ് ബോസ് വിളിക്കുകയാണ്. അവർ 2 പേരും പോകുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഈ പറയുന്ന ഗ്രൂപ്പായിട്ടിരിക്കുന്ന ആളുകളെ വിളിക്കായിരുന്നു. അർജുൻ ശ്രീതു ഒരു കെട്ടാണ്, അവരെ വിളിക്കായിരുന്നു. അൻസിബ ഋഷി അവരൊരു കെട്ടാണ്, അവരെ വിളിക്കായിരുന്നു. അപ്പോൾ അതുപോലെ കെട്ടായിരിക്കുന്ന ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വെളിയിൽ വരും. ഇത് അങ്ങോട്ട് നിൽക്കുന്ന ശത്രുക്കളെ വിളിച്ചു കഴിഞ്ഞാൽ 2 പേരും ഒന്നും ആവത്തില്ല. അപ്പം അതെനിക്കൊരു ഇതുപോലെ തോന്നി. അല്ലെങ്കിൽ അവരുടെ അടുത്ത് തന്നെ തീരുമാനിച്ചിരിക്കാനായിട്ടുള്ള ഒരു വകുപ്പ് പറയാമായിരുന്നു. അപ്പം അർജുനും ജിൻഡോയും പോകുമ്പം അർജുൻ പറയുന്നു, ഓരോ വീക്കും എൻ്റെ എഫേർട്ട് എടുത്താണ് ഞാൻ ഇതുവരെ എത്തിയത്. കളിച്ച അടുത്ത ആഴ്ച എനിക്ക് ബെസ്റ്റ് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരാഴ്ചയാണ്. ജിൻഡോ, ഞാനും അതുപോലെ തന്നെ ബെസ്റ്റായിട്ട് നിന്നെക്കാൾ ഒത്തിരി പെർഫോം ചെയ്തിട്ടുണ്ട്. ഒത്തിരി നോമിനേഷനിൽ ഞാൻ വന്നിട്ടുണ്ട്. നീ പോയി ജനങ്ങളുടെ വിധി അറിയേ. അർജുൻ, ഞാൻ ക്യാപ്റ്റൻ ആയപ്പോഴും പവർ റൂമിൽ ഒഴിക്കുക എല്ലാ തവണയും ഞാൻ വന്നിട്ടുണ്ട്. ജിൻഡോ, വലിയ വിലപ്പെട്ട ആളാണ് നീ എന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. അർജുൻ, നോമിനേഷനിൽ നിൽക്കാൻ പേടിയാണോ? ജിൻഡോ പറയണം, ഇല്ല എനിക്ക് പേടിയില്ല. നീ ജനവിധി നേരിടണം. നിനക്ക് പേടിയുണ്ടോ? കഴിഞ്ഞ ആഴ്ച നീ ഇല്ലായിരുന്നു നോമിനേഷനിൽ, അതുകൊണ്ട് നീ പോകണം. ഞാൻ പുറത്ത് പോകത്തില്ല, എനിക്ക് നല്ലപോലെ അറിയാം. ജനങ്ങളുടെ സപ്പോർട്ട് നിനക്കുണ്ടെങ്കിൽ അത് നീ പോയിട്ട് തിരിച്ചു വാ. അർജുൻ, ജനവിധി തേടി തിരിച്ചു വരണം. നീ ഇവിടെ നിൽക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അർജുൻ, ഈ ആഴ്ച ഇവിടെ കഴിഞ്ഞ ആഴ്ച വീക്കായിട്ട് നിൽക്കാത്തതുകൊണ്ടാണ് എൻ്റെ പേര് ആരും പറയാത്തത്, ഞാൻ വരാത്തത്. പ്രൂവ് ചെയ്യാൻ എനിക്കൊരു ബോണസ് പോയിന്റ് കൂടി കിട്ടുന്ന ഒരു അവസരമാണിത്. നല്ല ഗെയിമർ ആണെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യും നോമിനേഷനെ. കഴിഞ്ഞ ആഴ്ച വരാത്തത് എൻ്റെ കുഴപ്പമല്ല നോമിനേഷന്. അങ്ങനെ അർജുൻ്റെയും ജിൻഡോയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്നില്ല. അവരും 2 പേര് നോമിനേറ്റഡ് ആവുകയാണ്. അടുത്ത്
അൻസിബയും നോറയും കൺഫഷൻ റൂമിൽ പോകുന്നു. നോറ പറയുന്നു, അൻസിബയും നോറയാണ് വിളിക്കുന്നത്. അപ്പം ഇത്താത്തയെന്ന് ഞാൻ സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്. ഇവിടെ വ്യക്തിയായിട്ട് ഇത്താത്ത പലപ്പോഴും നിൽക്കുന്നു. കഴിഞ്ഞ ആഴ്ച പെർഫോമൻസിൽ പൊതുവേ ഞാൻ എപ്പോഴും നോമിനേറ്റ് ചെയ്യാറുള്ളത് സേഫ് ആയിട്ടിരിക്കുന്നവരെയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി വീക്കായിട്ടിരിക്കുന്നവരാണ്. നിങ്ങൾ വളരെ എക്സോസ്റ്റഡ് ആയിരുന്നു. നിങ്ങളോട് പെരുമാറിയ രീതി വെച്ചാണ് നിങ്ങൾ പലരോടും റിയാക്ട് ചെയ്യുന്നത്. പൊതുവായിട്ടുള്ള കാര്യം നോക്കിയിട്ടുള്ള റിയാക്ഷൻ അല്ല വേണ്ടത്. ഈ ഹൗസിൽ ജയിലിൽ ജാസ്മിൻ പണിയെടുക്കാത്ത കേസും പറഞ്ഞുകൊണ്ട് അവളെ പറഞ്ഞു വിട്ടു. അവൾ തിരിച്ചു വന്നപ്പോൾ നല്ലൊരാളായിട്ട് മാറാനുള്ള ചാൻസ് കൊടുത്തില്ല. പേഴ്സണൽ ഇത് വെച്ച് റിയാക്ട് ചെയ്തു. ഇങ്ങനല്ല ഗെയിം കളിക്കേണ്ടത്. ഡിസിഷൻ യോഗ്യല്ല, ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ യോഗ്യയല്ല. അൻസിബ, ബിഗ് ബോസ്, ഐ അക്സെപ്റ്റ് ദിസ് ആൻഡ് ഐ എം റെഡി ടു ബി നോമിനേറ്റഡ്. ഞാൻ തയ്യാറാണ് നോമിനേറ്റഡ് ആവാൻ വേണ്ടി. അപ്പോൾ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നു. അങ്ങനെ അൻസിബ നോമിനേറ്റഡ് ആവുകയാണ്. നോറ ഫ്രീ ആവുന്നു. ഈ ഒരൊറ്റ ടീമിൽ മാത്രമാണ് അൻസിബ മാത്രമായിട്ട് നോമിനേറ്റഡ് ആവുന്നത്. അൻസിബ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് ഓവർ കോൺഫിഡൻസ് ആണ്. ഞാൻ ജയിച്ച് വരും, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മാസമൊക്കെ കിട്ടും, എനിക്കൊരു പേടിയില്ല എന്നുള്ളൊരു സാധനം വെളി കാണിക്കാനാണ്. അപ്പോൾ അൻസിബയെ നോമിനേറ്റ് ആവുന്നു. നോറ രക്ഷപ്പെടുന്നു. അടുത്ത അപ്സരയും ഋഷിയും കൂടെ പോകുന്നു. അവിടെയാണ് ഋഷിയുടെ പൊള്ളവാദങ്ങൾ വരുന്നത്. ഋഷി എന്തൊക്കെ പിച്ചും പേയും വിളിച്ചു വാരി പറയുന്നുണ്ടോ, ഗെയിമിനെ കുറിച്ച് ഒരു വ്യൂവും ഇല്ല. ഋഷി പോവാണ്. എന്താണ് അൻസിബ കയറി പോകുന്ന വഴിക്ക് അവൻ പറയുകയാണെ, അൻസിബയെ വിളിച്ചിരുന്നെങ്കിൽ അവളെ സേഫ് ആക്കായിരുന്നു. ഇവൻ എന്തോന്ന് ഗെയിമർ, ഇവൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത് എനിക്കറിയില്ല. അൻസിബയെ വിളിച്ചിരുന്നെങ്കിൽ അവളെ സേഫ് ആക്കിയിട്ട് ഞാൻ അങ്ങ് നോമിനേഷനിൽ വരായിരുന്നു എന്ന് വാദം തുടങ്ങുന്നതിന് മുന്നേ അങ്ങ് പറയുവാണ്. പിന്നീട് അപ്സര പറയുന്നു, ഫസ്റ്റ് വീക്ക് മുതൽ ഇതുവരെ ഞാൻ എൻ്റെ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഋഷി, ഞാനും. ഋഷി പറയണം, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളടുത്ത് മാത്രമേ നിനക്ക് കൂറുള്ളൂ, അല്ലെങ്കിൽ നീ നേരെ തിരിച്ച് അവരെ നേരെ പ്രതികാരം ചെയ്യും. അപ്പോൾ അപ്സര പറയാണ്, അത് നിന്റെ സ്വഭാവം. നിനക്ക് പ്രിയപ്പെട്ട ആളായിട്ട് തെറ്റ് ചൂണ്ടിക്കാണിച്ച ആളാണ് ഞാൻ. അതിൻ്റെ പേരിൽ രണ്ടാമത്തെ ആഴ്ച മുതൽ നീ എൻ്റെ അടുത്ത് വൈരാഗ്യം വെക്കുന്നുണ്ട്. ഋഷി, നീ സെൽഫിഷാണ്. നീ എന്നെ ജയിലിലേക്ക് എന്തിനു നോമിനേറ്റ് ചെയ്തു? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയായിരുന്നു. നീ മാറി നിന്നാണ് എൻ്റെ അടുത്ത്, അല്ല നീ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയായിരുന്നു. നീ എല്ലാവരുടെയും മുന്നിലിട്ടാണ് എൻ്റെ കാര്യം പറഞ്ഞത്. എന്തോന്നടേ ഇത്? അപ്സര, തെറ്റ് ചെയ്തത് സുഹൃത്താണെങ്കിൽ കൂടിയും ഞാനത് തുറന്ന് പറയും. ഋഷി, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് ലാലേട്ടൻ്റെ മുന്നിൽ നീ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് കള്ളത്തരം കാണിച്ചു. ഇങ്ങനത്തെ വ്യക്തിയുടെ കൂടെ ഞാൻ പുറത്തിറങ്ങിയാലും കൂട്ടുകൂടില്ല. ഫ്രണ്ട്ഷിപ്പിന് നിനക്ക് വാല്യൂ ഇല്ല. അപ്സര, സെക്കൻഡ് വീക്ക് തൊട്ട് ഇതുവരെ നിന്റെ ഒരു തെറ്റ് പറഞ്ഞതിൻ്റെ പേരിൽ നീ എന്നോട് മിണ്ടിയിട്ട് പോലുമില്ല. ഋഷി, 15 വഞ്ചിയിൽ കാല് വെച്ച് തുഴയുന്ന ആളാണ് നീ എന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. സൗഹൃദം കാണിച്ച് എടി നീ അഭിനയിക്കുന്നില്ല. വീണ്ടും വിളിച്ചു, എടി നീ അഭിനയിക്കുന്നില്ലേ? അപ്പോൾ അപ്സര, അൻസിബയുടെ കൂടെ നീ കൂട്ടുകൂടുന്നത് അവൾ നിന്റെ തെറ്റ് ഇതുവരെയും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അതാണ് കാര്യം. നീ മുഖംമൂടിയാണടി, മുഖംമൂടി ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഭയമുണ്ടെങ്കിൽ ഞാൻ നോമിനേഷനിൽ നിൽക്കാം. ഷോയുടെ രീതി എന്താണെന്ന് അറിയാത്തവനാണ് നീ. ഋഷി, അൻസിബ ആയിരുന്നെങ്കിൽ ഞാൻ നോമിനേഷനിൽ നിന്നേനെ. എടി, നിന്നെപ്പോലെ 15 പേരെ കൂടെ നിന്ന് സോപ്പിട്ട് പതപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ആരുടെയും കാൽ കീഴിൽ കിടക്കില്ല. അൻസിബ സെൽഫിഷ് അല്ലടി നിന്നെപ്പോലെ. അപ്സരയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കാൻ തയ്യാറല്ല. അപ്സര, ഇവൻ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ആളാണ്, സ്വയം വില കളയുന്ന ആളാണ്. അങ്ങനെ ഇവരുടെ കാര്യത്തിലും തീരുമാനമാവുന്നില്ല. ഋഷിയും അപ്സരയും രണ്ടുപേരും നോമിനേറ്റഡ്. അടുത്ത സിജോയും ശ്രീതുവും അവരാണ് പോകുന്നത്. ശ്രീതു ഇത്തവണ നോമിനേഷനിൽ പോകണം. മാക്സിമം നോമിനേഷൻ ഫ്രീ കിട്ടിയ ആളാണ് ശ്രീതു. 2-3 ആഴ്ച ഞാനിവിടെ നിന്നപ്പോഴും ശ്രീതു വന്നിട്ടില്ല. പിന്നീട് ക്യാപ്റ്റൻ ആയപ്പോഴും പവർ റൂം ആയപ്പോഴും ഇതല്ലാതിരുന്ന സമയത്തും ശ്രീതു നോമിനേഷനിൽ വന്നിട്ടില്ല. സംസാരം പലപ്പോഴും ശ്രീതുവിൻ്റെത് ലിമിറ്റഡ് ആയിട്ടും എനിക്ക് ലിമിറ്റഡ് ആയിട്ടും ഞാനിവിടെ വെർബലി സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് വയ്യാതിരുന്നിട്ടും ഞാൻ കളിക്കുന്നുണ്ട്. നോമിനേഷൻ ഫ്രീ ആകാനുള്ള ഒരു മനുഷ്യത്വം എന്നോട് കാണിക്കണം. അപ്പോൾ ശ്രീതു, ഞാൻ ആവശ്യമില്ലാതെ ഇടയിൽ കയറി സംസാരിക്കാത്തതുകൊണ്ടാണ് ഞാൻ നോമിനേഷനിൽ വരാത്തത്. അപ്പോൾ സിജോ, സൈലൻ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നോമിനേഷനിൽ വരില്ല. സേഫ് ഗെയിമായിട്ടിരുന്ന ശ്രീതു ഇവിടെ കൊടുക്കുന്ന ഗെയിം എന്താണ്, പുറത്ത് കൊടുക്കുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്താണ്? ശ്രീതു, ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കറിയാം ഞാനായിട്ട് തന്നെയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. 25 പേരെ പ്രോസസ്സ് ചെയ്ത് ഈ ഗെയിമിലേക്ക് എടുക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ശ്രീതു എന്ത് കൊടുത്തു? ആവശ്യത്തിന് സംസാരിച്ചത് എപ്പോഴാണ്? ശ്രീതു, ഞാൻ എന്തെങ്കിലും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടപെടും. ചെവി കൂർപ്പിച്ചിരുന്നാലേ അറിയാൻ പറ്റുള്ളൂ. ശ്രീതുവിൻ്റെ നേരെ വരുന്ന കാര്യത്തിൽ മാത്രമാണ് ശ്രീതു സംസാരിക്കുന്നത്. ക്യൂട്ട്നെസ് കൊണ്ടും സെലിബ്രിറ്റി ആയതുകൊണ്ടും അർജുൻ ശ്രീതു കുറച്ചൊക്കെ ഞാനും ആസ്വദിക്കാറുണ്ട്. ആ ഒരു ആസ്വാദന ശേഷി കൊണ്ട് മാത്രമാണ് ശ്രീതു ഇവിടെ നിൽക്കുന്നത്. ശ്രീതു, ഡയലോഗ് മാത്രമല്ലേ സിജോ ഉള്ളൂ? സിജോ ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവരുടെ കാര്യത്തിലും തീരുമാനമാവുന്നില്ല. ശ്രീതു, സിജോ രണ്ടുപേരും നോമിനേറ്റഡ്. അങ്ങനെ ടോട്ടൽ നോമിനേഷൻ. ഇതിനുശേഷം നന്ദനയും സായിയും കൺഫഷൻ റൂമിലേക്ക് വിളിക്കുവാണ്. അവർക്ക് സേവ് ചെയ്യാനുള്ള ഒരു പദവി കൊടുക്കുന്നതായിട്ട് നമ്മൾ പ്രൊമോയിൽ കണ്ടു. അവരാരെയോ ഒരാളെ സേവ് ചെയ്യുന്നുണ്ട്. അത് ആരെയാണെന്ന് ലൈവിൽ കാണിക്കുന്നില്ല, എപ്പിസോഡിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്തത്. അപ്പോൾ ടോട്ടലി 10 പേര് നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. 5 ഗ്രൂപ്പുകളായിട്ട് പോകുന്നു. അതിനകത്ത് 4 ഗ്രൂപ്പും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ 4 ഗ്രൂപ്പിലെ 8 പേര് നോമിനേറ്റ് ആവുന്നു. 5ാമത്തെ ഗ്രൂപ്പിലെ അൻസിബയും നോറയും പോകുന്നതിൽ നിന്നാണ് അൻസിബ നോമിനേറ്റ് ആവുന്നത്. നോറ ഡയലോഗ് പറയുമ്പോൾ തന്നെ അൻസിബ ഒന്നും പറയുന്നില്ല, ഓക്കെ എന്ന് പറയുന്നത്. പിന്നെ റസ്മിൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്. അങ്ങനെ ടോട്ടൽ റസ്മിൻ നോമിനേറ്റഡ്, ഡയറക്റ്റ് ലാലേട്ടൻ,
അഭിഷേക് നോമിനേറ്റഡ്, ജാസ്മിൻ നോമിനേറ്റഡ്, അർജുൻ നോമിനേറ്റഡ്, ജിൻഡോ നോമിനേറ്റഡ്, അൻസിബ നോമിനേറ്റഡ്, ഋഷി നോമിനേറ്റഡ്, അപ്സര നോമിനേറ്റഡ്, ശ്രീതു നോമിനേറ്റഡ്, സിജോ നോമിനേറ്റഡ്. അങ്ങനെ 10 പേര് നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. പക്ഷേ ഇവരിൽ നിന്ന് ആരെയോ ഒരാളെ നമ്മുടെ നന്ദനയും സായിയും രക്ഷിച്ചിട്ടുണ്ട്. അത് ഒന്നുകിൽ അപ്സരയാകാം, ഇല്ലെങ്കിൽ ജാസ്മിൻ ആകാം. ഈ 2 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്സര കഴിഞ്ഞ ആഴ്ച ഒരു നല്ലൊരു പെർഫോമർ ആയിരുന്നത് കൊണ്ട്, അപ്സര എടുത്തിട്ട് ഋഷി ഉടുത്തത് കൊണ്ടും, ഋഷി അനാവശ്യ വർത്താനം പറഞ്ഞത് കൊണ്ടും, ഈ പറഞ്ഞ പോലെ അപ്സരയെ സേവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്സര അവരുടെ ടീമിലായിരുന്നത് കൊണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സിജോ ജാസ്മിനെ സേവ് ചെയ്യാൻ ജാസ്മിൻ അത്രയും ആക്റ്റീവായിട്ട് നിന്നിട്ടും ജാസ്മിനെ പിടിച്ച് ജയിലിൽ വരെ ഇട്ടത് കൊണ്ട് ജാസ്മിനെ സേവ് ചെയ്യാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നുണ്ട്. നോക്കാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വിശേഷമായിട്ട് വരാം, ലൈവ് വിശേഷങ്ങളായിട്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ലൈവ് വിശേഷങ്ങളായിട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.